الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. اللهم إنا نسألك الإخلاص في القول والعمل واجعلنا من عبادك المخلصين. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഉസൂലുൽ ഹദീസിൻ്റെ ക്ലാസ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പുനരാരംഭിക്കുകയാണ്. ഉസൂലുൽ ഹദീസ് എന്ന് വച്ചാൽ ഹദീസ് നിദാന ശാസ്ത്രം, ഹദീസ് സഹീഹാണോ ദഈഫാണോ എന്ന് വിവേചിച്ചറിയാൻ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളാണ് ഉസൂൽ ഹദീസ് പഠിപ്പിക്കുന്നത്. ഹദീസ് സഹീഹാണോ ദഈഫാണോ എന്ന് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിന് ചില അടിസ്ഥാന നിയമങ്ങൾ, ഖവാഇദുണ്ട്. ആ ഖവാഇദാണ് ഈ ഉസൂൽ ഹദീസ് ശാസ്ത്രം പഠിപ്പിക്കുന്നത്. അതിന് ഉസൂലുൽ ഹദീസ്, ഖവാഇദുൽ ഹദീസ്, മുസ്തലഹുൽ ഹദീസ് എന്ന പേരുകളിൽ അറിയപ്പെടുന്നു. അപ്പോൾ നാം തിരഞ്ഞെടുത്ത ഗ്രന്ഥം ഏതാണ്? അല്ലാമ ബൈഖൂനിയുടെ 34 വരികളുള്ള കവിതയാണ്. അതിനാണ് അൽ മൻദൂമത്തു അൽ ബൈഖൂനിയ എന്ന് പേരിൽ അറിയപ്പെടുന്നത്. അൽ മൻദൂമ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? കവിത. അൽ ബൈഖൂനിയ ഇമാം ബൈഖൂനി എഴുതിയത് കൊണ്ട് തന്നെ അൽ ബൈഖൂനിയ എന്ന പേരിൽ അറിയപ്പെട്ടു. അൽ ബൈഖൂനിയുടെ പേര് നാം പഠിച്ചതാണ്. അതായത് ഉമർ ഇബ്നു മുഹമ്മദ് അൽ ബൈഖൂനി. അതാകുന്നു താഹ എന്ന പേരിനേക്കാൾ കൂടുതൽ പ്രബലമായത് എന്ന് നാം ആദ്യ ക്ലാസ്സുകളിൽ വിശദീകരിച്ചിരുന്നു. അതായത് അൽ ബൈഖൂനിയുടെ, അല്ലാമ ബൈഖൂനിയുടെ കയ്യെഴുത്ത് ഉള്ള ഒരു മാനുസ്ക്രിപ്റ്റ്, അതിൽ ബൈഖൂനിയുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? ഉമർ ഇബ്നു മുഹമ്മദ് അൽ ബൈഖൂനി. അദ്റബീജാൻകാരനാണ് ആര്? അല്ലാമ ബൈഖൂനി, ഉമർ ഇബ്നു മുഹമ്മദ് അൽ ബൈഖൂനി. അദ്ദേഹം ഹിജ്റ 1080 മുമ്പ് തന്നെ ജീവിച്ചിരുന്നു. അപ്പോൾ ഹിജ്റ 11-ാം നൂറ്റാണ്ടുകാരനാണ് ആര്? അല്ലാമ ബൈഖൂനി. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചെറിയ കവിത വളരെ ഗൗരവത്തോടെ തന്നെയാണ് പണ്ഡിതന്മാർ കണ്ടിരുന്നത്. കാരണം ചെറിയ വിദ്യാർത്ഥികൾക്കും, അത് ചെറിയ കുട്ടികളാകട്ടെ, അതേപോലെ തുടക്കക്കാരായ മുതിർന്ന വിദ്യാർത്ഥികളാകട്ടെ, ഉസൂൽ ഹദീസിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിപ്പിക്കാൻ എളുപ്പത്തിലുള്ള ഒരു ഗ്രന്ഥമാണ് അൽ ബൈഖൂനിയ. 34 വരികളുള്ളൂ. കുട്ടികൾക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റും, കാണാതെ പഠിക്കാൻ പറ്റും, മനഃപ്പാഠമാക്കാൻ പറ്റും. ഇത് കവിതയാകുമ്പോൾ എളുപ്പമാണല്ലോ. അതിന് എത്രയോ പണ്ഡിതന്മാർ ശർഹ എഴുതിയിട്ടുണ്ട്, വിശദീകരണം. ഇപ്പോൾ നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ ഷെയ്ഖ് അലി ഹസൻ അൽ ഹലബി റഹിമഹുല്ല ഷെയ്ഖ് അൽബാനിയുടെ പ്രമുഖ ശിഷ്യനാണ്. അദ്ദേഹം ഈ അടുത്താണ് മരണപ്പെട്ടത്. ഈ കൊറോണ കാലഘട്ടത്തിൽ അദ്ദേഹം പടുത്ത് മരണപ്പെട്ട പണ്ഡിതനാണ് ഷെയ്ഖ് അലി ഹസൻ അൽ ഹലബി റഹിമഹുല്ല. അത്തഅലീഖാത്തുൽ അസരിയ അലൽ മൻദൂമത്തിൽ ബൈഖൂനിയ, ഇതാണ് ഗ്രന്ഥത്തിൻ്റെ പേര്. ഇത് നാം PDF ആയിട്ട് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രന്ഥങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മുടെ സഹോദരന്മാർ ഇതിൻ്റെ പതിപ്പായിട്ട് തന്നെ, പേപ്പറായിട്ട് തന്നെ ശരിക്കത് പർച്ചേസ് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിലുള്ള ഒരു ഗ്രന്ഥമാണ്. നമ്മൾ ശരിക്കും വലിയ പ്രയാസം പിടിച്ച ഒരു ഗ്രന്ഥമല്ല പഠിക്കുന്നത് നാം മനസ്സിലാക്കണം. കാരണം ഇതിൻ്റെ അങ്ങേയറ്റത്തെ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അൽഫിയ പഠിക്കണം. 1000 വരികളുള്ള വേറെ കവിതകൾ വരാനിരിക്കുന്നുണ്ട്. ഇമാം സുയൂത്തി രചിച്ച കവിത, അതേപോലെ അൽ ഹാഫിദ് അൽ ഇറാഖി അബ്ദുറഹീം അബുൽ ഫضൽ അൽ ഇറാഖി റഹിമഹുല്ലാഹ് ഹിജ്റ 806 മരണപ്പെട്ട
അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ ഉസ്താദായ അൽ ഹാഫിദുൽ ഇറാഖിയുടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് അൽഫിയത്തുൽ ഇറാഖി ഫി ഇൽമുൽ ഹദീസ്. ഹദീസ് നിദാന ശാസ്ത്രത്തിലുള്ള 1000 വരികളുള്ള കവിത ഗ്രന്ഥത്തിനാണ്, കൃതിക്കാണ് അൽഫിയ എന്ന് പറയും. അപ്പോൾ അത് വേറെ, അതിനൊക്കെ പണ്ഡിതന്മാർ വിശദമായ ഗ്രന്ഥങ്ങളും ഷർഹകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇമാം ഇറാഖി എഴുതിയ അൽഫിയക്ക് ഏറ്റവും പ്രസിദ്ധമായ ഷർഹാണ് അൽ ഹാഫിദ് മുഹമ്മദ് ഇബ്നു അബ്ദുറഹ്മാൻ അസ്സഖാവി, ഹിജ്റ 902 മരണപ്പെട്ട ഇമാം സഖാവി ശംസുദ്ദീൻ എഴുതിയ ഫത്ഹുൽ മുഗീസ് ഫി ഷർഹി അൽഫിയത്തുൽ ഹദീസ്. അതാണ് ശരിക്ക് ഹദീസിലെ ഇൽമുൽ ഹദീസിലെ ഉസൂൽ ഹദീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അത് അഡ്വാൻസ്ഡ് ആയ ശരിക്ക് റഫറൻസുകളിൽ പെട്ട ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഗീസ്. അപ്പോൾ അതൊക്കെ ശരിക്കും എന്താണ്, അതിലേക്കൊക്കെ എത്തിപ്പെടണമെങ്കിൽ നമ്മൾ തുടക്കം കുറിക്കണം. ആ ഒരു തുടക്കം കുറിക്കലാണ് ശരിക്കും നമ്മുടെ ദാഇമാർ, അതേപോലെ തന്നെ പ്രബോധകർ, പ്രവർത്തകർക്കൊക്കെ ശരിക്ക് ഈ ഹദീസിൻ്റെ ഉസൂൽ ഹദീസിൻ്റെ ABCD പഠിക്കണമല്ലോ. അതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഥവാ ഈ ഒരു ശരിക്ക് ദർസിലൂടെ നമ്മൾ വളരെ ആഴത്തിലേക്ക് എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് തുടക്കക്കാർക്ക്, ബിഗിനേഴ്സിന് ശരിക്ക് യോജിച്ച ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ ഇത് ശരിക്ക് നമുക്ക് എന്താണ് ഉസൂൽ ഹദീസ് പരിചയപ്പെടാനും പിന്നീട് ഭാവിയിൽ വലിയ വലിയ ഗ്രന്ഥങ്ങളിലേക്കുള്ള ഒരു ചുവടുവെപ്പാണത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഹദീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രമാണം, 2ാം പ്രമാണമാണ്. അപ്പോൾ ഹദീസിൻ്റെ പ്രാമാണികത നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഉസൂൽ ഹദീസിലൂടെ ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാം ഈ കവിതയിലൂടെ പല കാര്യങ്ങളും പഠിച്ചു. നമുക്ക് കവിതയിലേക്ക് പോയി കഴിഞ്ഞാൽ അബ്ദഉ ബിൽ ഹംദി മുസല്ലിയൻ അലാ മുഹമ്മദിൻ ഖൈരി നബിയ്യിൻ ഉർസില, ഇതൊക്കെ നാം പഠിച്ചതാണ്. നമ്മളിപ്പം ഏകദേശം 5 വരികളാണ് പഠിച്ചത്, ഇനിയും വരാനിരിക്കുന്നുണ്ട്. അതായത് ഹംദ് കൊണ്ട്, സ്വലാത്ത് കൊണ്ടാണ് അല്ലാമ ബൈഖൂനി അദ്ദേഹത്തിൻ്റെ ഈ കവിത, ഈ മന്ദൂമ ആരംഭിച്ചിട്ടുള്ളത്. വദീ മിൻ അഖ്സാമിൽ ഹദീസ് ഇദ്ദ വകുല്ലു വാഹിദിൻ അതാ വഹദ്ദ. അതായത് ഇതൊരു കൂട്ടം, ഹദീസ് നിദാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഇനങ്ങളാകുന്നു. അതായത് ഹദീസ് സഹീഹ്, ദഈഫ് തന്നെ കുറേ ഇനങ്ങൾ വേറെയുണ്ട്. മുൻഖത്ഇ, മുർസൽ, മുഅ്ദൽ, അങ്ങനെയുള്ള ധാരാളം ഹദീസിൻ്റെ ഇനങ്ങൾ. അതേപോലെ ഹസനായ ഹദീസ്, സഹീഹായ ഹദീസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഹദീസിൻ്റെ ഇനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പഠനമാണ് ഉസൂൽ ഹദീസ് നടത്തുന്നത്. വകുല്ലു വാഹിദിൻ അതാ വഹദ്ദ, ഓരോ ഇനവും അതിൻ്റെ നിർവചനവുമായി ശരിക്ക് ഈ ഒരു ഗ്രന്ഥത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് സഹീഹ്? സഹീഹിൻ്റെ നിർവചനവും അല്ലാമ ബൈഖൂനി വിശദീകരിച്ചിട്ടുണ്ട്. അവ്വലുഹ സഹീഹു, ആദ്യത്തെ ഇനങ്ങളിൽ ഒന്നാമത്തെ ഇനം എന്താണ്? സഹീഹാണ്. അവ്വലുഹ സഹീഹു വഹുവ മത്തസൽ ഇസ്നാദുഹു വലം യശുദ്ദ ഔ യുഅൽ. അവ്വലുഹ, ഈ ഇനങ്ങളിൽ, അതായത് വദീ മിൻ അഖ്സാമിൽ ഹദീസ് ഇദ്ദ എന്ന് ബൈഖൂനി പറഞ്ഞു. ഈ ഒരു ഗ്രന്ഥത്തിൽ എന്തുണ്ട്? അഖ്സാമുൽ ഹദീസ് ഉണ്ട്, ഹദീസിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ. ഈ ഇനങ്ങളിൽ ഒന്നാമത്തേത് എന്താണ്? അവ്വലുഹ. ഈ അവ്വലുഹ അവയിൽ ഒന്നാമത്തേത്. അവയിൽ ഇതിലേക്കാണ് മടങ്ങുന്നത്? ഇനങ്ങളിലേക്ക്. അപ്പോൾ അവ്വലുഹ സഹീഹു വഹുവ മത്തസൽ ഇസ്നാദുഹു വലം യശുദ്ദ ഔ യുഅൽ. ഒന്നാമത്തെ ഇനം എന്താണ്? സഹീഹായ ഹദീസ് ആകുന്നു. സഹീഹായ ഹദീസ്. ഈ സഹീഹ് നിർവചനം എന്താണ്? വഹുവ മത്തസൽ, അതായത് കണ്ണി മുറിയാത്ത, പരസ്പരം ശരിക്ക് മുത്തസിലായ ഹദീസാകുന്നു സഹീഹ്. ഇസ്നാദുഹു വലം യശുദ്ദ ഔ യുഅൽ, അതിൽ ശുദൂദില്ല, അതേപോലെ ഇല്ലത്തുമില്ല. നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ സഹീഹായ ഹദീസ് നിർവചനം പഠിച്ചു അല്ലേ? അൽ ഹദീസുല്ലദി ഇത്തസല സനദുഹു, മുത്തസിലായ, കണക്റ്റഡായ, ശരിക്ക് കണ്ണി മുറിയാത്ത ഇസ്നാദുള്ള ഹദീസായിരിക്കണം സഹീഹായ ഹദീസ്. അതാണ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ. അതായത് ഇമാം ബുഖാരിയുടെ ഷെയ്ഖ് മുതൽ നബി വസല്ലം വരെയുള്ള ആ ഒരു പരമ്പര ഉണ്ടല്ലോ, അത് മുത്തസിലായിരിക്കണം. ഇടയ്ക്ക് മുറിഞ്ഞു പോയാലോ അതിന് സഹീഹ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ മത്തസല സനദുഹു,
ആരായിരിക്കണം? ഇനി കണ്ണി മുറിയാതെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിലുള്ള റാവിമാരെന്തായിരിക്കണം? വിശ്വാസയോഗ്യരായിരിക്കണം. മത്തസല സനദുഹു ബിനഖ്ലിൽ അദ്ലി അദ്ദാബിതി അൻ മിസ്ലിഹി. അപ്പം ബിനഖ്ലിൽ അദ്ലി അദ്ദാബിതി, വിശ്വാസയോഗ്യരായ റാവിമാർ. എന്താ അദ്ൽ എന്ന് പറഞ്ഞാൽ? അദാലത്തുള്ള റാവിയായിരിക്കണം. അതായത് തഖ്വയും മാന്യതയുമുള്ള റാവിയായിരിക്കണം. ഇതാണ് അദ്ൽ എന്ന് പറഞ്ഞാൽ. അദ്ൽ അൽ അദാല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. അദ്ദാബിത്ത് എന്ന് പറഞ്ഞാലോ മനഃപ്പാടമാക്കി, ഹദീസ് മനഃപ്പാടമാക്കുന്ന, രേഖപ്പെടുത്തുന്ന വിഷയത്തിൽ അഗ്രഗണ്യനായിരിക്കണം. അപ്പം അദ്ലും വേണം, അദാലത്തും വേണം, ദബ്തും വേണം. ദബ്ത് നാം പഠിച്ചു കഴിഞ്ഞു. ദബ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം പെർഫെക്ഷനോട് ശരിക്ക് പെർഫെക്റ്റായിട്ട് അത് കാര്യങ്ങളൊക്കെ ശരിക്ക് പഠിക്കുക, കൃത്യമായി അത് ശരിക്ക് രേഖപ്പെടുത്തുക. അപ്പം മനഃപ്പാടമാക്കുക, രേഖപ്പെടുത്തുക. ഒന്ന് മനസ്സിൽ നാം ഹദീസ് കൃത്യമായി നമ്മൾ എന്താ പറയുക മനഃപ്പാടമാക്കിയിരിക്കണം. അതിനാണ് ദബ്തു സദർ എന്ന് പറയുക. അതേപോലെ ദബ്തു കിതാബുണ്ട്. എഴുത്തിൻ്റെ വിഷയത്തിൽ, രേഖപ്പെടുത്തുന്ന വിഷയത്തിൽ അവിടെ ശരിക്ക് കൃത്യമായ ഒരു സൂക്ഷ്മത റാവിക്കുണ്ടായിരിക്കണം. അപ്പം ബിനഖ്ലിൽ അദ്ലി അദ്ദാബിതി അൻ മിസ്ലിഹി, അയാളെപ്പോലെയുള്ള റാവിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസായിരിക്കണം. അതായത് ശിഷ്യന് ഉഷാറാണ്, പക്ഷേ ശിഷ്യൻ ഉദ്ധരിച്ച ഷെയ്ഖ് ദുർബലനാണെങ്കിൽ ഹദീസ് എന്തായിരിക്കും? ദഈഫായിരിക്കും. ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി എന്തുകൊണ്ടാണ് ഏറ്റവും ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വിശ്വസനീയമായ ഗ്രന്ഥം സഹീഹുൽ ബുഖാരി പറയാൻ കാരണം എന്താണ്? അതായത് ഈ പറഞ്ഞ ന്യൂനതകളും ഉണ്ടാവില്ല. ഹദീസ് മുത്തസിലായിരിക്കും. അതേപോലെ തന്നെ എന്തായിരിക്കും? വിശ്വാസയോഗ്യരായ റാവിമാർ ഉദ്ധരിച്ച ഹദീസായിരിക്കും. മിൻ ഗൈരി ശുദൂദിൻ വലാ ഇല്ലത്തിൻ ഖാദിഹ. അതോടൊപ്പം തന്നെ അവസാനത്തെ നിബന്ധനകൾ എന്താണ്? സഹിഹായ ഹദീസിൻ്റെ ശുദൂദ് ഉണ്ടാകാൻ പാടില്ല. കൂടുതൽ പ്രബലരായ റാവിമാർക്ക് എതിരെ വിശ്വസ്തനായ റാവി ഉദ്ധരിച്ച റിവായത്താകാൻ പാടില്ല. അതായത് ഒരു വിശ്വസ്തനായ റാവിയാണ്, പക്ഷെ അയാൾ മറ്റുള്ള വിശ്വസ്തരായ റാവിമാർക്കെതിരെ ഉദ്ധരിച്ചാൽ അത് സ്വീകരിക്കാൻ പറ്റില്ല. അതിനൊക്കെ ഉദാഹരണങ്ങൾ സഹിതം നാം പഠിച്ചു. ഇനിയും ഇൻഷാ അല്ലാഹ് നമ്മൾ ഷാദായ ഹദീസിൻ്റെ ഇനിയും ഉദാഹരണങ്ങൾ കൂടുതലായി പഠിക്കും. അതേപോലെ തന്നെ ഒലം യശുദ്ധ ഔ യുഅൽ, ഈ യശുദ്ധ എന്ന വാക്കിന് രണ്ട് ഉച്ചാരണം എന്ന് പറഞ്ഞു അല്ലേ? ഒലം യശിദ്ധ അല്ലെങ്കിൽ യശുദ്ധ, ഇത് രണ്ടും നാം പഠിച്ചതാണ്. ഇതൊക്കെ ശരിക്ക് അറബി ഭാഷാ നിഘണ്ടുകളിലേക്ക് പോകണം എന്നാണ്. അതായത് ഓരോ ശരിക്ക് ക്രിയ, വെർബ്, നാം അതിൻ്റെ ഉച്ചാരണം നമുക്ക് തോന്നുന്ന രൂപത്തിലല്ല അറബി ഉച്ചരിക്കേണ്ടത്. അതിൻ്റേതായ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ ശരിക്ക് തുല്ലാബുൽ ഇൽം, തുടക്കക്കാരായ വിദ്യാർത്ഥികൾ അവരുടെ കൈവശം എന്ത് വേണം? മുഖ്താറു സിഹാഹ്, അൽ മുസ്ബാഹുൽ മുനീർ പോലെയുള്ള നിഘണ്ടുകൾ വേണം. ഇതൊക്കെ ശരിക്കും ഈ പോക്കറ്റ് ഡിക്ഷണറി എന്ന് പറയില്ലേ, അങ്ങനെയുള്ള ഡിക്ഷണറികളാണത്. അൽ മുസ്ബാഹുൽ മുനീറും അതേപോലെ തന്നെ മുഖ്താറു സിഹാഹ്. അപ്പം ഏത് ജറികളിലൊക്കെ പോയി ഒരു പറയുക തടിച്ച ഒരു ചെറിയ ഒരു ഡിക്ഷണറി കാണാൻ പറ്റും. മുഖ്താറു സിഹാഹ് വളരെ ഇൽമുള്ള ഫലപ്രദമായ ഉപകാരപ്രദമായ നിഘണ്ടുകളാണ്. ഇതിലൊക്കെ എന്താണ്? ഓരോ വാക്കിൻ്റെ അർത്ഥം മാത്രമല്ല, അതിൻ്റെ ഉച്ചാരണവും. ഇതൊക്കെ ശരിക്ക് എത്രയോ, ഇതൊക്കെ നമ്മൾ ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്താ പറയുക പുറത്തിറക്കുന്ന ഇംഗ്ലീഷ് ഡിക്ഷണറിയൊക്കെ, അതൊക്കെ ശരിക്ക് എന്താ പറയുക, ആ ഒരു ചിന്ത ശരിക്ക് വെസ്റ്റിന് പോലും ഇപ്പോൾ അടുത്താണല്ലോ. എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിൽ നിഘണ്ടുകൾ ശരിക്ക് ഇപ്പോൾ ഇമാം അൽ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹീദി എഴുതിയ നിഘണ്ടു 1200 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ നിഘണ്ടുവാണ് ഇപ്പോഴുണ്ടത്. അതാണ് നിഘണ്ടുകളിൽ ഏറ്റവും ആധികാരികമായ ഏറ്റവും പഴക്കമുള്ള നിഘണ്ടു. ആദ്യത്തെ അറബി ചരിത്രത്തിലുള്ള, അതായത് രചിക്കപ്പെട്ട, ഇപ്പോഴും അത് അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. കിതാബുൽ ഐൻ എന്നാണ് പറയാം. കിതാബുൽ ഐൻ, ഇമാം അൽ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹീദി. ഇമാം ഖലീലിൻ്റെ ശിഷ്യനാണ് സീബവൈ. ആരാണ്? മഹാഭാഷാ പണ്ഡിതൻ സീബവൈ എന്ന് പറഞ്ഞാൽ. സീബവൈൻ്റെ ഗ്രന്ഥമാണ് അൽ കിതാബ് എന്ന ഗ്രന്ഥമാണ് നഹ്വിൽ, അതായത് അറബിക് ഗ്രാമറിൽ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥം. ആ ഇമാം സീബവൈൻ്റെ ഉസ്താദാണ് അൽ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹീദി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നിഘണ്ടു കിതാബുൽ ഐൻ. ഞാൻ പറഞ്ഞു വരുന്നത് അത്രക്കും ശരിക്ക് സൂക്ഷ്മമായ അതിൻ്റെ അർത്ഥവും ഉച്ചാരണവും ഓരോ പ്രയോഗങ്ങളൊക്കെ ഉള്ള
വളരെ ശരിക്ക് നമ്മൾ ഈ അറബി ഭാഷ എത്ര കണ്ട് പഠിക്കുന്നു അത്ര കണ്ട് നമുക്ക് ഖുർആൻ ആഴത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ദർസുകളുടെ വേറെ ഉദ്ദേശം കൂടിയുണ്ട്. എന്താണ്? അറബി ഭാഷയുമായി ഒരു ബന്ധം സ്ഥാപിക്കുവാൻ. നമ്മുടെ ധാരാളം അൽഹംദുലില്ലാഹ് സഹോദരന്മാർ, പ്രബോധകന്മാർ, പ്രവർത്തകർ നല്ല ആവശ്യത്തോടെ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഖുർആൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നുണ്ട്, അതേപോലെ സ്റ്റഡി ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ അതിലുപരി ഇനി അവർക്ക് അറബി ഭാഷ പഠിച്ച് അറബിയിലൂടെ തന്നെ ഇസ്ലാമിക വിഷയങ്ങളിലേക്ക്, നമ്മുടെ ദീനിൻ്റെ വിഷയങ്ങളിലേക്ക് എത്തിച്ചെല്ലുവാനും ആ ഒരു മാധുര്യം അനുഭവിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടണം. ആ സ്റ്റേജിലേക്ക് എത്തിപ്പെടുമ്പോൾ നമുക്ക് ശരിക്ക് കൂടുതൽ ഈ ഖുർആനും ഹദീസൊക്കെ ആഴത്തിൽ മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും പഠിക്കുവാനൊക്കെ സാധിക്കും. അപ്പോൾ അതിലൂടെയൊക്കെ ശരിക്കുള്ള ഒരു മാർഗമാണ് ശരിക്കും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ, ദർസ് ക്ലാസ്സുകൾ. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തീർച്ചയായിട്ടും പല സഹോദരന്മാർക്കും അറബി ഭാഷയുടെ ശരിക്ക് ആ ഒരു അവഗാഹം കുറഞ്ഞത് കൊണ്ട് തന്നെ ചെറിയ പ്രയാസങ്ങൾ തോന്നും. പക്ഷേ ഈ പ്രയാസം ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ കൂടുതൽ ശരിക്ക് അറബി ഭാഷയോടും ശരിക്ക് ഇസ്ലാമിക ഗ്രന്ഥങ്ങളോട് കൂടുതൽ ഒരു അടുപ്പം വരാനുണ്ട്. ആ അടുപ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ശരിക്കും ആ ദാഹം പിന്നീട് ഒരിക്കലും അവസാനിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ ഇൽമ് പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവ്വലുഹു അസ്സഹീഹു വഹുവ മത്തസൽ ഇസ്നാദുഹു വലം യശുദ്ദ ഔ യുഅൽ. അപ്പം ഇല്ലത്തില്ലാത്ത ശുദൂദില്ലാത്ത ഇസ്നാദായിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ്? വിശ്വാസയോഗ്യരായ റാവിമാർ ഉദ്ധരിച്ച റിവായത്തായിരിക്കണം. ഇങ്ങനെയുള്ള നിബന്ധനകളൊക്കെ ഒത്തുചേർന്നാൽ അതിന് സഹീഹായ ഹദീസ് എന്ന് പറയും. എന്നാൽ ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ ഉണ്ട്. പക്ഷെ ഹദീസ് മനഃപ്പാഠമാക്കുന്ന വിഷയത്തിൽ ചെറിയൊരു ന്യൂനത, അതായത് ഹദീസ് മനഃപ്പാഠമാക്കുന്ന വിഷയത്തിൽ ചെറിയ ഒരു ന്യൂനതയുണ്ടെങ്കിൽ, കുറവുണ്ടെങ്കിൽ അതിനെന്താ പറയാം? ഹദീസുൻ ഹസൻ. അയാളുടെ ഹദീസിന് എന്താ പറയുക? ഹസനായ ഹദീസ് എന്ന് പറയും. അലമ ബൈഖൂനി പറഞ്ഞു, വൽ ഹസനുൽ മഅറൂഫു തുർഖൻ വഗദത് റിജാലുഹു ലാ കസ്സഹീഹ് ഇഷ്തഹറത്. വൽ ഹസനുൽ മഅറൂഫു, ഹസൻ എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ തുറുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് റിജാലു തുറുക്ക് എന്നാണ്. അതായത് ആ പരമ്പരയിലുള്ള റാവിമാർ എന്താണ്? അറിയപ്പെട്ടവരാണ്. ഇവിടെ ശരിക്ക് അതിനൊരു തിരുത്ത് ഷെയ്ഖ് അലി ഹസൻ അൽ ഹലബി ദുക്തൂർ അബ്ദുസത്താർ അബൂദ്ദീൻ ഉദ്ധരിക്കുന്നുണ്ട്. വൽ ഹസനുൽ ഖഫീഫു ദബ്തൻ ഇദ് ഗദത് റിജാലുഹു ലാ കസ്സഹീഹ് ഇഷ്തഹറത് എന്നാണ് പറയേണ്ടത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് വൽ ഹസനു? ഹസൻ എന്ന് വെച്ചാൽ അൽ ഖഫീഫു ദബ്തൻ, അതായത് ഹദീസ് മനഃപ്പാഠമാക്കുന്ന വിഷയത്തിൽ ഖഫീഫാണ്, അത്ര എന്താ പറയുക, ആ ഒരു പെർഫെക്ഷൻ ഇല്ല എന്നർത്ഥം. സഹീഹായ ഹദീസ് ധരിക്കുന്ന റാവിയുടെ അത്ര സൂക്ഷ്മതയില്ല. വൽ ഹസനുൽ ഖഫീഫു ദബ്തൻ ഇദ് ഗദത് റിജാലുഹു ലാ കസ്സഹീഹ് ഇഷ്തഹറത്. സഹീഹായ ഹദീസിനെ പോലെയല്ല ഹസനായ ഹദീസിൻ്റെ റിജാൽ. റിജാൽ എന്ന് പറഞ്ഞാൽ റാവിമാർ, റിപ്പോർട്ടർമാർ. അപ്പോൾ ഹസനായ ഹദീസിൻ്റെ റാവിമാർ എന്താണ്? അല്പം ആ ഒരു സൂക്ഷ്മത കുറയും. പക്ഷേ വിശ്വാസയോഗ്യരല്ല എന്ന് പറയാൻ പാടില്ല. ദുർബലരാണെങ്കിൽ എന്തായി മാറി? ഹദീസ് ദഈഫായി മാറി. അപ്പോൾ ദഈഫിൻ്റെയും സഹീഹിൻ്റെയും ഇടയിലുള്ള ഒരു ഹദീസാണ് ഏത്? ഹസനായ ഹദീസ്. ഹസനായ ഹദീസ് തെളിവിന് കൊള്ളുമോ? കൊള്ളും. ശരി. നമ്മൾ പലപ്പോഴും പല ഹദീസുകളും ശരിക്ക് തെളിവാക്കുന്നതിലും അതേപോലെ തന്നെ പല മസ്അലകളും ഉദ്ധരിക്കുന്ന ഹദീസ് ചിലപ്പോൾ സഹീഹാകണമെന്നില്ല, ഹസനായിരിക്കും. ഇവിടെ ഉദാഹരണം പഠിച്ചല്ലോ, അതായത് അക്സിറു മിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖബ്ല അൻ യുഹാല ബൈനകും വബൈനഹ വലഖിനുഹ മൗതാകും. എന്താണ് ഷെയ്ഖ് അലി ഹസൻ ഹലബി പറഞ്ഞത്? വഹാദാ ഇസ്നാദുൻ ഹസൻ. ഇത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് ഒരു റിവിഷൻ ആട്ടോ. നമ്മുടെ ദർസ് എന്താണ്? ദഈഫായ ഹദീസാണ്. അപ്പോൾ എന്താണ് ഈ ഹദീസിൻ്റെ അർത്ഥം? എന്താണ്? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തു കലിമ നിങ്ങൾ വർദ്ധിപ്പിക്കുക. ഖബ്ല അൻ യുഹാല ബൈനകും വബൈനഹ, നിങ്ങൾക്കും ആ വാക്യത്തിന് തമ്മിൽ ഒരു ഇടയിൽ തടസ്സം ഉണ്ടാകുന്നതിന് മുമ്പ്.
വലക്കിനുഹ മൗതാക്കും, അതായത് മരണമാസന്നമാകുന്ന ആൾക്കാർക്കും നിങ്ങളത് തൽഖീൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ മൗതാക്കും എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മരിച്ചതിന് ശേഷമല്ല, മരണമാസന്നമാകുന്ന അവസ്ഥയിലുള്ള കിടക്കുന്ന മരിക്കാൻ പോകുന്ന ആൾക്കാർക്ക് അത് ചൊല്ലിക്കൊടുക്കണമെന്ന്. മരണത്തിന് ശേഷമുള്ളതോ അത് ബിദ്അയായ തൽഖീനാണ്, ബിദ്അത്താണ്. അത് എന്താണ്? സുന്നത്തിന് യോജിച്ചതല്ല. എന്നാൽ ചില പണ്ഡിതന്മാരിൽ നിന്ന് അത് വന്നിട്ടുണ്ട്, അതിന് സഹിഹായ പ്രമാണവുമില്ല എന്നാണ് പറയാനുള്ളത്. അതായത് ഷാഫിഈ മദ്ഹബ് പ്രകാരം തൽഖീന് മരിച്ചവർക്ക് മരണത്തിന് ശേഷം ചൊല്ലിക്കൊടുക്കാൻ എന്താണ്, അതായത് ഖബറിൻ്റെ അടുക്കൽ പോയിട്ട് താങ്കൾക്ക് ഇങ്ങനെ മലക്ക് വന്നു കഴിഞ്ഞാൽ മർ റബ്ബുക്ക് എന്ന് ചോദിച്ചാൽ റബ്ബി അല്ലാഹ് എന്നൊക്കെ പറയണമെന്ന് നമ്മൾ ചൊല്ലിക്കൊടുക്കുക, അതിനാണ് തൽഖീൻ എന്ന് പറയും. പക്ഷെ ഇവിടെ എന്താണ്, മരിക്കുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ, അതാണ് ശരിക്ക് ഉപകരിക്കുക. കാരണം എന്താണ്, മരിച്ചു കഴിഞ്ഞാലോ ഇൻഖതഅ അമലുഹു എന്നാണ് ഹദീസിലുള്ളത്. ഇദാ മാത ഇബ്നു ആദം, ആദമിൻ്റെ മകൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാത്ത്, 3 കാര്യങ്ങൾ ഒഴികെ അവൻ്റെ പ്രവർത്തനവുമായി ബന്ധം മുറിഞ്ഞുവെന്ന്. ഇപ്പോൾ സദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു. അപ്പോൾ നിരന്തരമായ സദഖ, അല്ലെങ്കിൽ ഉപകാരപ്രദമായ വിജ്ഞാനം, അല്ലെങ്കിൽ സാലിഹായ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവിന് അല്ലെങ്കിൽ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ പുത്രൻ, ഇതല്ലാതെ എന്താണ് ഉപകരിക്കില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ്, അവിടെ ശരിക്കും മരണത്തിന് ശേഷം ഒരു തൽഖീന് ശരിക്ക് ഈ ഹദീസിനും അതേപോലെ തന്നെ സുന്നത്തിനും എതിരാണെന്നാണ് പറയാനുള്ളത്. ഇവിടെ ഈ ഒരു ഹദീസ് ഹസനാണെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. എന്താ കാരണം? വഹാദ ഇസ്നാദുൻ ഹസൻ لأن فيه ضمام بن إسماعيل قال عنه الحافظ الذهبي صالح الحديث لينه بعضهم بلا حجة. എന്നതിനർത്ഥം ഇത് ഹസനായ ഇസ്നാദാകുന്നു. ഇതിൻ്റെ പരമ്പരയിൽ ആരുണ്ട്? ദിമാം ഇബ്നു ഇസ്മായിൽ എന്ന റാവി ഉണ്ട് എന്ന്. അദ്ദേഹമാകട്ടെ എന്താണ് ഇമാം ദഹബി പറഞ്ഞത് ഇതേക്കുറിച്ച്? സാലിഹുൽ ഹദീഫി, അതായത് ഹദീസിൻ്റെ വിഷയത്തിൽ സാലിഹാണ്, സ്വീകാര്യനാണ്. പക്ഷേ ലയ്യനഹു ബഅദും ബിലാ ഹുജ്ജ, യാതൊരു തെളിവുമില്ലാതെ ചില ആൾക്കാർ അയാളെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്, ദുർബലനാക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് തെളിവില്ല. പക്ഷെ അയാൾ എന്താണ്? വിശ്വാസയോഗ്യനുമല്ല, ഫിഖത്ത് എന്ന് പറയാൻ പറ്റൂല. എന്താണ് സാലിഹുൽ ഹദീസ് അല്ലെങ്കിൽ ലാ ബഅസ ബിഹി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? സ്വീകരിക്കാൻ പറ്റും, പക്ഷെ സഹീഹായ ആ ഒരു മർത്തബയിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു ഹദീസ് ഹസനാണെന്ന് ഇവിടെ ഷെയ്ഖ് പറഞ്ഞു, ഷെയ്ഖ് അൽബാനിയും ഇത് ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ഫുട് നോട്ടിൽ ഷെയ്ഖ് കൊടുക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ നാം സൂക്ഷിക്കേണ്ടതാണ്. ഹദീസിന് ഇതാണ് ശാസ്ത്ര പഠിതാക്കൾ, ഉസൂലുൽ ഹദീസിൻ്റെ പഠിതാക്കൾ ശരിക്കും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഓരോ ഫുട് നോട്ടിൽ കൊടുക്കുന്ന ഗ്രന്ഥവും പഠിതാക്കൾ പഠിച്ച് മനസ്സിലാക്കണം. എന്താണ് ഉദ്ധരിക്കുന്നത്? റഫറൻസ്, ശരിക്കും റഫറൻസുകളിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോഴാണ് നമുക്ക് അറിവ് വർദ്ധിക്കുകയുള്ളൂ. മറ്റെന്താണ്, ആ മൗലവി പറഞ്ഞു ഈ മൗലവി പറഞ്ഞു പറഞ്ഞിട്ട് കളിക്കേണ്ടി വരും. മനസ്സിലായില്ല? അതായത് ഒരു എന്താണ് സാധാരണക്കാരനും അതേപോലെ അറിവുള്ള ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ്റെയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നല്ല അവഗാഹമുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പണ്ഡിതന്മാർ, അവരുടെ അറിവ് തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. സാധാരണക്കാരുടെ അറിവ് എന്താണ്? പണ്ഡിതനോട് ചോദിച്ചിട്ടുള്ള അറിവായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് സാധാരണക്കാരായ ഒരു അവസ്ഥയിൽ നിന്ന് ഉയർന്ന് നമ്മൾ പ്രബോധകരാണ്, പ്രവർത്തകരാണ്. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാനും സ്വന്തം അന്വേഷിക്കുവാനും അറബി ഭാഷ കൂടുതൽ അറിയുവാനും പണ്ഡിതന്മാരുടെ ആ വിശാലമായ ലോകത്തേക്ക് എത്തിച്ചെല്ലാനൊക്കെ ഉള്ള ഒരു ശരിക്കും ഒരു ഒന്നാമത്തെ ഒരു സ്റ്റെപ്പാണിത്. അപ്പോൾ ഇവിടെ ഉദാഹരണമായിട്ട് പറയുകയാണ്, അൽ ഹാഫിദ് ദഹബി ആരാണ്? ഇമാം ഷംസുദ്ദീൻ ദഹബി റഹിമഹുല്ലാഹ്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ പ്രമുഖ ശിഷ്യന്മാരിൽ ഒരു മഹാപണ്ഡിതനാണ്. ഹിജ്റ 748 മരണപ്പെട്ടു. ഇമാം ഷംസുദ്ദീൻ ദഹബി റഹിമഹുല്ലാഹ് ഇസ്ലാമിക ചരിത്ര വിഷയത്തിലും ഹദീസിൻ്റെ വിഷയത്തിലും അഗാധ പാണ്ഡിത്യമുള്ള മഹാപണ്ഡിതനാണ്. മുഅർരിഖുൽ ഇസ്ലാം എന്നാണ് അറിയപ്പെടുന്നത്. ഇസ്ലാമിൻ്റെ ചരിത്രകാരൻ ആരാണ്? ഇമാം ദഹബി. ആരുടെ ശിഷ്യനാണ്? ഇമാം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ്.
താരീഖുൽ ഇസ്ലാം, അതേപോലെ തന്നെ സിയറു അലാമിൻ നുബല, അതേപോലെ മീസാനുൽ ഇഅ്തിദാൽ, അങ്ങനെ എത്രയെത്ര വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ഓരോ ഗ്രന്ഥവും നമ്മൾ വിചാരിക്കും ഒരു വാള്യാണെന്ന്. ഇപ്പോൾ സിയറു അലാമിൻ നുബല 25 കൂടുതൽ വാള്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇമാം ദഹബിയുടെ താരീഖുൽ ഇസ്ലാമും ചില പതിപ്പുകളിൽ ഏകദേശം 30 വാള്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഓരോ ഗ്രന്ഥവും മീസാനുൽ ഇഅ്തിദാൽ 5-6 വാള്യങ്ങൾ. എന്താ മീസാനുൽ ഇഅ്തിദാൽ? അതായത് നീതിയുടെ അല്ലെങ്കിൽ ഒരാളെ വിശ്വാസയോഗ്യനാക്കുന്ന വിഷയത്തിലാണ് ശരിക്കും തഅദീൽ, തജ്രീഹ് എന്നൊക്കെ പറയും. ആ ഒരു ഇഅ്തിദാലിൻ്റെ ത്രാസാണ് ശരിക്കും മീസാൻ. അപ്പോൾ ന്യൂനതകളുള്ള റാവിമാരെ സംബന്ധിച്ച് ന്യൂനതകളുള്ള റാവിമാരെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് മീസാനു അൽ ഇഅ്തിദാൽ. ഇവിടെ നോക്കൂ നിങ്ങൾ, ഫുട് നോട്ടിൽ ഇവിടെ ഇമാം ദഹബിയുടെ ഈ ഹസനായ ഹദീസിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം എന്താണ് അവിടെ ഫുട് നോട്ട് കൊടുക്കുന്നുണ്ട്. മീസാനുൽ ഇഅ്തിദാൽ 2-ാം വാല്യം 129-ാമത്തെ പേജ്. അപ്പോൾ ഇത്ര ശരിക്കുള്ള എത്രയോ പ്രയത്നങ്ങൾ ഈ വിഷയത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ ശരിക്കും സംഭാവനകളായി അർപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ശരിക്ക് ഒരു എന്താ പറയുക ഖുലാസയാണ് നാം ഇപ്പോൾ ആസ്വദിക്കുന്നത്. എന്താ ഖുലാസ എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയ എന്താ പറയുക ത്യാഗങ്ങളുടെയും പ്രയത്നങ്ങളുടെയും സംഭാവനകളുടെയും ഒക്കെ ഒരു അബ്സ്ട്രാക്റ്റ്, അതിൻ്റെ ശരിക്ക് രത്ന ചുരുക്കം. അതുകൊണ്ടാണ് അല്ലാമ ഉജുഹൂരി പറഞ്ഞത്, അതായത് ഈ ഒരു ബൈഖൂനിയുടെ പ്രാധാന്യം എന്താണ്, അതായത് ഇമാം ഇറാഖി അൽഫി എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സുബ്ദയാണെന്ന്. ഇപ്പോൾ സുബ്ദ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ബട്ടർക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ശരിക്കും രത്ന ചുരുക്കമാണ് ഈ ബൈഖൂനിയ. ഇത് നമ്മൾ ശരിക്കും ഗൗരവത്തോടെ തന്നെ കാണണം. ഇതിനു വേണ്ടി നമ്മൾ സമയം ശരിക്ക് ഒഴിച്ച് മാറ്റണം എന്നാണ് പറയാനുള്ളത്. എങ്കിലാണ് നമുക്ക് ശരിക്കും നല്ല ഒരു ഈ ഉസൂൽ ഹദീസിൻ്റെ വിഷയത്തിൽ അതിൻ്റെ അടിത്തറ ബേസിക് ഉഷാറാവുള്ളൂ. എങ്കിലും നമുക്ക് ഫർദറായ ശരിക്ക് ഭാവി പഠനങ്ങളൊക്കെ നമുക്ക് ശരിക്ക് നടത്തണമെങ്കിൽ ഈ ഒരു ബൈഖൂനിയ ഇതിൻ്റെ പൂർണ്ണമായ രീതിയിൽ ശരിക്കും അത് പഠിച്ച് മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞു വരുന്നത് അല്പം ഹിഫ്ദിൻ്റെ ദബ്തിൻ്റെ വിഷയത്തിൽ സൂക്ഷ്മത കുറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഹദീസ് എന്തായിരിക്കും? ഹസനായ ഹദീസായിരിക്കും. ഇനി അടുത്ത പേജിൽ എന്താണ് നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ നിർത്തിവെച്ച ഭാഗമാണ് വായിക്കുന്നത് കേട്ടോ. വനഖല അബൂ സുർഅത്ത് അൽ ഇറാഖിയു ഫി ദൈലിൽ കാശിഫി. ഇവിടെ എൻ്റെ ഓരോ ക്ലാസ്സിലും ഞാൻ ഇബാറത്തുകൾ വായിക്കുന്നുണ്ട്. ഇവിടെ എന്തിനാണ്? അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? ഈ ക്ലാസ്സിൽ ശരിക്കും റെക്കോർഡ് അൽഹംദുലില്ലാഹ് നമ്മുടെ സഹോദരന്മാർ ഭംഗിയായി നടത്തുന്നുണ്ട്. ക്ലാസ്സുകളിലേക്ക് പോയിട്ട് നമ്മൾ ഓരോ ഈ പറഞ്ഞ ഇബാറത്തുകൾ, അതായത് ഇവിടെയുള്ള ഓരോ വാക്കുകളും അതേപോലെ തന്നെ വാചകങ്ങളൊക്കെ നമ്മൾ വായിച്ച് പരിശീലിക്കേണ്ടതുണ്ട്. ഇത് അത്രക്കും സിമ്പിളായതാണ്. അപ്പം നമുക്കെന്ന് ശരി അറിയാത്ത കാര്യങ്ങൾ ചോദിക്കാം. ഓ നഖല അബൂ സുർഅത്ത് അൽ ഇറാഖിയു, ഇമാം അബൂ സുർഅ അൽ ഇറാഖി ഉദ്ധരിച്ചു. നഖല എന്ന് പറഞ്ഞാൽ ഉദ്ധരിച്ചു എന്നാണ്. ഫി ദൈലിൽ കാശിഫ്, ദൈലുൽ കാശിഫ് എന്ന ഗ്രന്ഥത്തിൽ റാവിമാരെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നൊരു ഗ്രന്ഥമാണ് ദൈലുൽ കാശിഫ്. അതായത് ഇമാം ദഹബി റഹിമഹുല്ലാക്ക് വേറൊരു ഗ്രന്ഥമാണ് അൽ കാശിഫ്. 6 ഗ്രന്ഥങ്ങളുണ്ട് ഹദീസിൻ്റെ. അതായത് 6 ഗ്രന്ഥങ്ങൾ ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തിർമിദി, ഇബ്നു മാജ, നസായി, ഇങ്ങനെ 6 ഗ്രന്ഥങ്ങൾ. അബൂദാവൂദ് അതായത് സഹീഹുൽ ബുഖാരി, മുസ്ലിം കഴിഞ്ഞപ്പോൾ 4 ഗ്രന്ഥങ്ങളാണല്ലോ. മൊത്തത്തിലായി 6. അൽ കുത്തുബു സിത്ത എന്ന് പറയും. അൽ കുത്തുബു സിത്തയിൽ വന്ന റാവിമാരെ സംബന്ധിച്ച് ബ്രീഫായൊരു ഗ്രന്ഥമാണ് ഏത്? അൽ കാശിഫ്. ശരിയല്ലേ? ഓരോ റാവിനെ സംബന്ധിച്ചും അയാൾ വിശ്വാസയോഗ്യനാണോ അല്ലേ, അത് ബ്രീഫായിട്ട് ഇമാം ദഹബി വിശദീകരിക്കും. അതിനേക്കാൾ ഇപ്പോൾ പണ്ഡിതന്മാർ ഉപയോഗപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് തഖ്രീബു തഹദീബ്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ആവർത്തിച്ച് പറഞ്ഞതാണ് തഖ്രീബു അത്തഹദീബ്. ആ ഗ്രന്ഥം നമ്മൾ എന്താണ് നമ്മുടെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ശരിക്കും നമ്മുടെ ലൈബ്രറിയിൽ എന്താ പറയുക ഉണ്ടാവണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇടയ്ക്ക് തുറന്ന് നോക്കുക, വായിച്ച് നോക്കുക, നമ്മൾ പഠിച്ച വിഷയങ്ങളൊക്കെ അതിലുണ്ടോ എന്ന് പരിശോധിക്കുക. ഇങ്ങനെ ആ ഒരു ബന്ധം ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ഗ്രന്ഥങ്ങളുമായി പണ്ഡിതന്മാരുമായി നമ്മുടെ ശരിക്ക് നമ്മുടെ ചരിത്രവുമായി നമുക്കൊരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും.
വനഖല അബൂ സുർഅത്ത് അൽ ഇറാഖി ഫീ ദൈൽ കാശിഫ്. ഇമാം ദഹബിയുടെ കാശിഫിൽ വരാത്ത റാവിമാർ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിന് ശരിക്കും അഡീഷനായിട്ട് ഇമാം ഇറാഖി എഴുതിയ ഗ്രന്ഥമാണ് ദൈലുൽ കാശിഫ്. ഇതിൻ്റെ ദൈൽ പറഞ്ഞാൽ വാല് എന്നർത്ഥം, വാൽ കഷ്ണം, വാല്. അപ്പം അതിൻ്റെ പൂർത്തീകരണം എന്നർത്ഥം. ശരി, ദൈൽ എന്ന വാക്ക് പണ്ഡിതന്മാർ പൂർത്തീകരണം എന്ന അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഈ അൽഫിയ എഴുതിയ ഇമാം ഇറാഖിയുടെ മകനാണ് അബൂ സുർഅത്ത് അൽ ഇറാഖി. അബുൽ ഫദ്ൽ അൽ ഇറാഖി ഉപ്പ, ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഉസ്താദ്, മകനും മഹാപണ്ഡിതൻ, ഹദീസിലും ഫിഖ്ഹിലും ഉസൂൽ ഹദീസിലും ഒക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൈലുൽ കാശിഫ് എന്ന് പറഞ്ഞു അനിൽ ഇമാമി അഹ്മദ് ഇബ്നു ഹംബലിൻ, ഇമാം അഹ്മദിൽ നിന്ന് ഉദ്ധരിച്ചു, ഖൗലഹു ഫീഹി സാലിഹുൽ ഹദീസ്. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഇമാം ഇബ്നു ഇസ്മാഈലിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം സാലിഹുൽ ഹദീസാണെന്ന്. വഅൻ അബി ഹാത്തിമിൻ, ഇമാം അഹ്മദിനെ പോലെ തന്നെ മഹാഹദീസ് ഇമാമായിരുന്നു അബൂ ഹാത്തിം അർ-റാസി. അബൂ ഹാത്തിം അർ-റാസി എന്ത് പറഞ്ഞു? സദൂഖുൻ മുതഅബ്ബിദ്, ഇബാദത്ത് എടുക്കുന്ന സത്യസന്ധനാണെന്ന്. അപ്പം ഫിഖത്ത് എന്ന വാക്കിൻ്റെ താഴെ കാറ്റഗറിയാണ് ശരിക്കും സദൂഖ് എന്ന വാക്ക്. ഇപ്പോൾ ഹസനായ റാവിമാരെ സംബന്ധിച്ച് എന്ത് പറയും പണ്ഡിതന്മാർ? സദൂഖ് എന്ന് പറയും, ലാ ബഅസ് എന്ന് പറയും, സാലിഹുൽ ഹദീസ് എന്ന് പറയും. അതൊക്കെ എന്താണ്? ഹസനുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. ഇതിനാൽ പറയുക അൽഫാദുൽ ജർഹി വത്തഅദീൽ, റാവിമാരെ വിശ്വാസ യോഗ്യരാക്കുന്നതും ദുർബലപ്പെടുത്തുന്നതും ശരിക്കും ശാസ്ത്രത്തിലാണ് ഇൽമുൽ ജർഹി വത്തഅദീൽ. ഹദീസ് ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണത്. ഈ ഇൽമുൽ ജർഹി വത്തഅദീലിന് എന്തുണ്ട്? ചില വാക്കുകൾ, ടേംസ് ഉണ്ട്, പ്രയോഗങ്ങളുണ്ട്. അത് പഠിച്ചാൽ നമുക്ക് എന്താണ് ഹദീസ് തഖ്രീജ് ചെയ്യാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അല്പം കഴിഞ്ഞാൽ ഹോംവർക്ക് തരും. എന്താണ് ഹോംവർക്ക്? ഈ ഒരു ഹദീസ് അതിൻ്റെ ബുഖാരിയിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള ഗ്രന്ഥങ്ങളിലേക്കും പോയിട്ട് ഇത് സഹീഹാണോ ദഈഫാണെന്ന് എന്താണ് പരിശോധിക്കാനുള്ള ഒരു കാര്യം. അതങ്ങനെ എപ്പോഴാണ്? കുറച്ച് കഴിഞ്ഞിട്ട്, ഇപ്പോഴല്ല. അപ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്, നമുക്ക് പറ്റാറുള്ള അബദ്ധങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ നമ്മൾ സ്വന്തം അത് പരിശോധിച്ചിട്ട് ഷെയ്ഖ് അൽബാനി അതേ ഹദീസിന് കൊടുത്ത ആ ഒരു ഹുക്മ് എന്താണെന്ന് താരതമ്യം. അപ്പോൾ നമുക്ക് പറ്റിയ അബദ്ധങ്ങളും ഒക്കെ മനസ്സിലാവും. ഇതൊക്കെ ശരിക്കും ഒരു പ്രാക്ടിക്കലായി നമ്മൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ നമുക്കത് ഒരു അവഗാഹം കിട്ടും. വഅൻ അബി ഹാത്തിമിൻ സദൂഖുൻ മുതഅബ്ബിദ്, സദൂഖ് എന്ന് പറഞ്ഞു ആരെക്കുറിച്ച്? ഇമാം ഇബ്നു ഇസ്മാഈൽ. അദ്ദേഹമാണ് ഈ ഹദീസിൻ്റെ പരമ്പരയിലുള്ള റാവി. അദ്ദേഹം കാരണമാണ് ഈ ഹദീസ് ഹസനായത്. വഅൻ നസാഇ ലാ ബഅസ ബിഹി, ഇമാം നസാഇ പറഞ്ഞു ലാ ബഅസ ബിഹി, കുഴപ്പമില്ല. ആര് കുഴപ്പമില്ല? ഇമാം എന്ന റാവി കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? ഫിഖത്ത് എന്ന് പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹദീസ് സ്വീകരിക്കാൻ പറ്റും, സ്വീകാര്യമായതാണ്. പക്ഷെ ഫിഖത്തിൻ്റെ അല്ലെങ്കിൽ സഹീഹിൻ്റെ ആ ഒരു മർത്തബയിലേക്ക് എത്തിയിട്ടില്ല എന്ന്. വഖാല അൻഹുൽ ഹാഫിദ് ഇബ്നു ഹജറിൻ, ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞു സദൂഖുൻ വറുബ്ബമ അഖ്ത, സദൂഖാണ്, ചിലപ്പോഴൊക്കെ അയാൾക്ക് അബദ്ധവും പറ്റാറുണ്ട് എന്ന്. ഇത് എവിടെ പറഞ്ഞു? ഇതാ അവിടെ ഫുട് നോട്ടിൽ കണ്ടോ? അവിടെ ശരിക്കും ഷെയ്ഖ് കൊടുക്കുന്നു ഒരു ഉദ്ധരണി, ഒരു ശരിക്ക് അവിടെ കോട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഫുട് നോട്ടിൽ റെഫറൻസ് കൊടുക്കുന്നു. ആ റെഫറൻസിലേക്ക് നമ്മൾ കണ്ടുപോകണം. ഇവിടെ ഞാൻ സാധാരണ വിദ്യാർത്ഥികളോട് പറയാറുള്ളതാണ്, ഫുട് നോട്ടിൽ ശരിക്കും പണ്ഡിതന്മാരുടെ ഫുട് നോട്ടുകൾ വളരെ വിലപ്പെട്ടതായിരിക്കും. കാരണം അതൊക്കെ ശരിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട റെഫറൻസുകളാണ് അതൊക്കെ ശരിക്കും. അങ്ങനെ അത് വായിച്ച് അതിൻ്റെ ഓതർ ആരാണ്, അതേപോലെ അതിൻ്റെ വിഷയം എന്താണ് കൈകാര്യം ചെയ്യുന്ന വിഷയം, അതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ അറിവ് വർദ്ധിക്കും. ഗ്രന്ഥങ്ങളുമായിട്ടുള്ള പണ്ഡിതന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഷെയ്ഖ് പറയുന്നു അലി ഹസൻ ഹലബി, ഇതൊക്കെ ഈ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം അബൂ സുർഅ അൽ ഇറാഖി, അതേപോലെ തന്നെ ദഹബിയുടെ എല്ലാ ഒരു ഇബാറത്തുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അവസാനം ഷെയ്ഖ് പറയുന്നു ഫമിസ്ലുഹു, എങ്ങനെയുള്ള റാവിയാണെങ്കിൽ ലാ യൻസിലു ഹദീസുഹു അൻ ദറജത്തിൽ ഹസൻ, ഹസന് എന്ന ആ ഒരു ഗ്രേഡിൽ നിന്ന് ഇയാളെ ഹദീസ് താഴോട്ട് പോകില്ല, ലൈഫാകൂല, ഹസനായിരിക്കും. അപ്പോൾ സാലിഹുൽ ഹദീസ് ലാ ബഅസ ബിഹി സദൂഖുൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? അയാളുടെ ഹദീസ് എന്താണ്? ഹസനാകുന്നു, സ്വീകാര്യമാണ്, നല്ല ഹദീസാണ്, പക്ഷെ സഹീഹല്ല. ഗദത് ഐ സാറത്ത്. ഇതാണ് പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ
ഹജ്ജിന് മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ നാം ഇത്രയും പഠിച്ച വിഷയങ്ങളുടെ രത്നച്ചുരുക്കമാണ്. അതായത് സഹീഹായ ഹദീസ്, ഹസനായ ഹദീസ്. ഇനി നാം കാര്യമായി ചർച്ച ചെയ്യുന്നത് അങ്ങോട്ട് എന്താണ്? ദുർബലമായ ഹദീസും അതിൻ്റെ ഇനങ്ങളും. കാരണം സഹീഹായ ഹദീസിനേക്കാൾ കൂടുതൽ എന്താ ഉള്ളത്? ദഈഫായ ഹദീസുകളാണ്. അപ്പോൾ നാം പഠിക്കണം. എന്തുകൊണ്ട്? നമ്മുടെ ദീനിൻ്റെ പ്രമാണങ്ങൾ എന്താണ്? കാര്യമായി ഖുർആനും സുന്നത്തുമാണ്. അപ്പോൾ സുന്നത്ത് പറയുമ്പം ദഈഫായ ഹദീസ് കൊണ്ട് നമുക്ക് പ്രമാണമാക്കാൻ പറ്റില്ല. ഇനി നമ്മൾ വളരെ ബ്രീഫായിട്ട് തന്നെ, സമയം അതിക്രമിച്ചിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു വരി മാത്രം വായിച്ച് ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ പൂർത്തീകരണം ഉണ്ടായിരിക്കുന്നതാണ്. അല്ലമ ബൈഖൂനിയുടെ ആ ഒരു പേജ് ഇവിടെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാകും. അവർ നമ്മുടെ ശ്രോതാക്കൾ ലൈവിൽ കാണുന്നുണ്ട് അല്ലേ? അതെ. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള സഹോദരന്മാരുടെ കൈവശം ശരിക്ക് ഗ്രന്ഥം ഉണ്ടാകേണ്ടതാണ്. പല സഹോദരന്മാരും അത് കൊണ്ടുവന്നിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് അത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്താണ്, അത് PDF ആയിട്ടെങ്കിലും നിങ്ങൾ അത് ശരിക്കും സംഘടിപ്പിക്കണം. PDF ആയിട്ട് ഉണ്ടല്ലോ, വാങ്ങിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. എന്താണ് അല്ലാമ ബൈഖൂനി പറഞ്ഞത്? വകുല്ലു മാ അൻ റുത്ബത്തിൽ ഹുസ്നി ഖസുർ ഫഹുവ ദഈഫ് വഹുവ അഖ്സാമൻ കസുർ. വകുല്ലു മാ അൻ റുത്ബത്തിൽ ഹുസ്നി ഖസുർ, അതായത് ഹുസ്നി എന്ന് പറഞ്ഞാൽ ഹസനായ ഹദീസിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയാൽ, ഹസനായ ഹദീസിൻ്റെ ആ ഒരു റുത്ബ, ആ ഒരു സ്ഥാനം, ആ ഒരു പദവി, ആ ഒരു ഗ്രേഡ്, അതിൽ നിന്ന് ഖസുറായി കഴിഞ്ഞാൽ, അതിനേക്കാൾ താഴെ ഗ്രേഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഫഹുവ ദഈഫു, അതാകുന്നു ദുർബലമായ ദഈഫായ ഹദീസ്. വഹുവ അഖ്സാമൻ കസുർ, ഇവിടെ ശരിക്ക് നഹ്വ പഠിച്ച വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകും. അതായത് കസുറ അഖ്സാമൻ, അഖ്സാമൻ എന്താണ്? തമീസാണ്. അപ്പോൾ അതെന്താണ്? ധാരാളം ഇനങ്ങളുണ്ട്. ഏത്? ദുർബലമായ ഹദീസ്. ഒന്നുകൂടി വായിക്കാം. വകുല്ലു മാ അൻ റുത്ബത്തിൽ ഹുസ്നി ഖസുർ ഫഹുവ ദഈഫ് വഹുവ അഖ്സാമൻ കസുർ. അപ്പോൾ ഹസനായ ഹദീസിൻ്റെ ആ റുത്ബയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയാൽ അതാകുന്നു ദുർബലമായ ഹദീസ്. വഹുവ അഖ്സാമൻ കസുർ, അതിന് ധാരാളം ഇനങ്ങളുണ്ട്. ഏതിന്? ദഈഫായ ഹദീസിന്. ആ ഇനങ്ങളാകുന്നു അടുത്ത ക്ലാസ്സുകളിൽ നാം പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ദഈഫിൻ്റെ നിർവചനം ഇവിടെ ഷെയ്ഖ് പറയുന്നുണ്ട്. ഇവിടെ അദ്ദഈഫു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫുട്നോട്ട് കൊടുക്കുന്നുണ്ട്. എന്താണ്? ഉൻദുർ അത്തദ്രീബ്. എന്താ തദ്രീബ് പറഞ്ഞാൽ? ഇമാം സുയൂത്തിയുടെ തദ്രീബുർ റാവി ഫി ശർഹി തഖ്രീബിൻ നവാവി, ഇമാം നവവിയുടെ അത്തഖ്രീബ് വത്തൈസീറിൻ്റെ വളരെ പ്രസിദ്ധമായ വിശദീകരണമാണ് ഇമാം സുയൂത്തി എഴുതിയ തദ്രീബുർ റാവി. അതേപോലെ ഇമാം ഇബ്നു കസീറിൻ്റെ തഫ്സീറിൻ്റെ മുസന്നിഫായ ഇമാം ഇബ്നു കസീറിൻ്റെ ഉസൂൽ ഹദീസിൻ്റെ ഗ്രന്ഥമാണിത്, അൽ ബാഇസുൽ ഹസീസ് ഫി ഇഖ്തിസാരി ഉലൂമിൽ ഹദീസ്. ഇമാം ഇബ്നു കസീറിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര് ഇഖ്തിസാറു ഉലൂമുൽ ഹദീസ് എന്നാണ്. അത് ഷെയ്ഖ് അഹമ്മദ് ഷാക്കിർ അച്ചടിച്ചപ്പോൾ അൽ ബാഇസുൽ ഹസീസ് എന്ന പേര് നൽകി. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ദഈഫ് നിർവചനം എന്താണ്? ഷെയ്ഖ് പറയുന്നു, ഹുവല്ലദീ ലം യജ്മഅ സിഫത്തൽ ഹസനി ബിഫഖ്ദി ശർത്തിൻ മിൻ ശുറൂത്തിഹി. അപ്പോൾ ഈ ബൈത്ത് ആരുടെ വാക്കാണ്? കാവ്യ വരികൾ ബൈഖൂനിയുടെ. താഴെയുള്ള ശർഹോ? അല്ല, ഷെയ്ഖ് അലി ഹസൻ അൽ ഹലബിയുടെ വിശദീകരണമാണ്. പക്ഷെ അദ്ദേഹം പല റെഫറൻസുകളും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വിശദീകരിക്കുന്നത്. മനസ്സിലായില്ലേ? ദഈഫ് നിർവചനം എന്താണ്? ഹുവല്ലദീ ലം യജ്മഅ സിഫത്തൽ ഹസനി ബിഫഖ്ദി ശർത്തിൻ മിൻ ശുറൂത്തിഹി, അതായത് ഹസനായ ഹദീസിൻ്റെ നിബന്ധനകളൊന്നും ശരിക്ക് ശേഖരിക്കാത്ത, അതിൽ അടങ്ങാത്ത ഹദീസാകുന്നു ദഈഫായ ഹദീസ്. അപ്പോൾ ഹസനായ ഹദീസിൻ്റെ നിബന്ധനകളൊന്നും ഒത്തുചേരാത്ത ഒന്നാണ് ഏത്? ദുർബലമായ ഹദീസ്. എങ്ങനെ ഒത്തുചേർന്നിട്ടില്ല? ബിഫഖ്ദി ഷർത്തിൻ മിൻ ശുറൂത്തിഹി, അതായത് ഹസനായ ഹദീസിൻ്റെ ഷർത്തുകളിൽ ഏതെങ്കിലും ഒരു ഷർത്ത് നഷ്ടപ്പെട്ടതുകൊണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു നിബന്ധന നഷ്ടപ്പെട്ടാൽ എന്തായി മാറി? ദഈഫായ ഹദീസായി മാറി. അപ്പോൾ എന്തൊക്കെയാണ് നിബന്ധനകൾ നമ്മൾ പഠിച്ചല്ലോ. ഒന്ന്, ഹദീസ് മുത്തസിലായിരിക്കണമെന്ന്, കണ്ണിമുറിയാത്ത ഹദീസായിരിക്കണം, പരസ്പരം ചേർന്ന് നിൽക്കുന്ന പരമ്പരയായിരിക്കണം. അതായത് എന്താ അതിന് അർത്ഥം മനസ്സിലായോ? അതായത് ഒരു
ഒരു റാവി അയാളുടെ തൊട്ട് മുകളിൽ എന്തായിരിക്കണം? അയാളെ ഷെയ്ഖായിരിക്കണം. അപ്പോൾ ഈ എന്താ പറയുക, അതേപോലെ തന്നെ താബിഈ ഉദ്ധരിക്കുകയാണ് റസൂൽ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കണ്ണി മുറിഞ്ഞില്ല, മുറിഞ്ഞു. ഇതിനെ മുർസൽ എന്ന് പറയാം. കാരണം താബിഈക്കും നബിക്കും ഇടയിൽ ആരാണ്? അത് വേറെ ദുർബലനായ താബിഈ ആണോ അതല്ല ഇനി സഹാബിയാണോ ഒന്നും നമുക്കറിയില്ല. അതെന്ത് പറയും? മുർസൽ എന്ന് പറയും. പഠിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാണ് പറഞ്ഞു വരുന്നത്, സഹീഹായ അല്ലെങ്കിൽ ഹസനായ ഹദീഫിൻ്റെ ഏതെങ്കിലും ഒരു ഷർത്ത് നഷ്ടപ്പെട്ടാൽ അവിടെ എന്തായി മാറി? ദഈഫായ ഹദീഫായി മാറി. വലഹു അഖ്സാമുൻ കസീറ, അതിന് ധാരാളം ഇനങ്ങളുണ്ട്. സയമുറു ബഅദുഹാ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൽ ചില പ്രധാനപ്പെട്ട ഇനങ്ങളാണ് അല്ലാമ ബൈഖൂനി ഈ ഒരു ഗ്രന്ഥത്തിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് ഇതിൻ്റെ പൂർത്തീകരണം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും അൽ ബൈഖൂനിയ എന്ന ഈ ഒരു ഗ്രന്ഥം അതിൻ്റെ ഷർഹൊക്കെ വീണ്ടും ശരിക്കും റിവിഷൻ നടത്തി അത് വായിച്ച് മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുക. ക്ലാസ്സുകൾ വീണ്ടും ശ്രവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് പഠിക്കുവാനും അമൽ ചെയ്യുവാനും അതനുസരിച്ച് പ്രബോധനം നടത്തുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിനും അമലിനും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ കുടുംബക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന് ഐശ്വര്യവും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين وصلى الله وسلم على نبينا ورسولنا محمد وعلى آله وصحبه أجمعين. السلام عليكم.